ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. നമസ്കാരം. ഞാൻ ശങ്കർദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ ഇടവക്കൂറുകാർ അനുഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിര, മര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു വർഷമാണ് 2025. അപ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകയിര, മര നക്ഷത്രക്കാർ. ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും തരുന്നൊരു വർഷമാണ് 2025 എന്ന് സന്തോഷപൂർവ്വം പറയേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ്. കീർത്തിയും സൗഭാഗ്യങ്ങളും തൊഴിൽപരമായ ഉന്നതിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ്. നിലവിലിപ്പോൾ വർഷാരംഭത്തിൽ ഉള്ള കണ്ടകശനി ദോഷം 2025 മാർച്ച് മാസത്തിന് ശേഷം മാറും. ശനി 11-ലേക്ക് വരും. ഏറ്റവും അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ഗൃഹനിർമ്മാണങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു. ഗൃഹനിർമ്മാണമൊക്കെ പുരോഗതിയിലേക്കാകും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നുള്ളൊരു സാഹചര്യം വരും. കുടുംബത്തിലെ ഐക്യത കുറവുകളൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള സാഹചര്യവും, കേസുകളിലൊക്കെ അകപ്പെടുന്നവർക്ക് കേസുകളിൽ നിന്നൊക്കെ വിമുക്തി ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ്. വർഷാരംഭത്തിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാർച്ച് മാസത്തിന് ശേഷമാണ് അഭീഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരു സമയമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജന്മവ്യാഴമാണ് നിലവിലിപ്പോൾ. ഇടവക്കൂറുകാർക്ക് ജന്മവ്യാഴകാലമാണെങ്കിൽ മെയ് മാസത്തിന് ശേഷം ആ ജന്മവ്യാഴ ദോഷം മാറി വ്യാഴം 2-ലേക്ക് സഞ്ചരിക്കും. അപ്പം മെയ് മാസം മുതൽ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു സമയമാണ്. മെയ് മാസം മുതൽ ഡിസംബർ വരെയും വരുന്ന കാലയളവ്, ഈ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വരുന്ന സമയം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗ കാലഘട്ടമാണ്. വളരെയധികം ഗുണങ്ങളും കീർത്തിയും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം ജാതകത്തിൽ വളരെയധികം അനുകൂലമായ ഒരു അവസ്ഥയും ദശാകാലമൊക്കെയാണെങ്കിൽ ലോട്ടറി അടിക്കുന്നതിനുള്ളൊരു സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെതായിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നൊരു വർഷമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടക്കുന്നുള്ളൊരു സാഹചര്യവും വന്നു ചേരും. ഭൂമി വാങ്ങിക്കുന്നുള്ളൊരു സാഹചര്യം വന്നു ചേരുന്നൊരു സമയമാണ്. അതുപോലെ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പുരോഗമിച്ച് ഗൃഹപ്രവേശ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ 2025 കണക്കാക്കാം. സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമാണ്. സന്താനങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മാറി അനുകൂലമായിട്ട് തൊഴിൽ ലഭിക്കുന്നുള്ള സാഹചര്യവും, വിദ്യാപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വിദ്യാപുരോഗതി ഉണ്ടാകുന്നുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. പൊതുവിൽ ഗുണപ്രദമായ ഒരു വർഷമാണെന്ന് പറഞ്ഞു. ജീവിത പങ്കാളിയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നുള്ള സാഹചര്യവും, തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്നുള്ള സാഹചര്യവും, കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കുന്നുള്ളൊരു സാഹചര്യമൊക്കെ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകും. പൊതുവെ നല്ല ഒരു സമയമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് 2025 ഫലങ്ങൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിന് വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് 2025 കണക്കാക്കാം. ധാരാളം ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു വർഷമാണ്. വീട്ടിൽ ഉള്ള ഉപകരണങ്ങളാണെങ്കിലും വീണ്ടും ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ള സാഹചര്യം വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഔഷധ രംഗത്ത്, അഭിഭാഷക രംഗത്ത്, അധ്യാപക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ആശാവഹമായിരിക്കുന്ന പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കാണാം. അതുപോലെ നിത്യതൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്കും വളരെയധികം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയം, സിനിമാ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും യശസ്സും ഒക്കെ വർദ്ധിക്കുന്നുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് 2025 കണക്കാക്കാം. വൈദ്യപരിശോധനയിൽ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ കണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ആ ദുരിതങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുള്ളൊരു അത്ഭുതകരമായിരിക്കുന്ന ചില നേട്ടങ്ങൾ, ഗുണങ്ങൾ ഒക്കെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാഹചര്യം വന്നു ചേരുന്ന ഒരു വർഷവും കൂടെയാണ്.
വളരെയധികം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിട്ട്, പുതുതായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നുള്ളൊരു സാഹചര്യവും, എന്തെങ്കിലും പുതിയ കാര്യങ്ങളിൽ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വിജയം വരിക്കുന്നതിനുള്ളൊരു സാഹചര്യങ്ങളും ഉള്ള ഒരു വർഷമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ 2025 കണക്കാക്കാം. വളരെയധികം കീർത്തിയും സൗഭാഗ്യവും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നവർക്കുള്ള സാഹചര്യവും, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്നുള്ളൊരു സാഹചര്യവും വന്നു ചേരും. ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ ഗൃഹം പുതുതായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗൃഹം ലഭിക്കുന്നുള്ളൊരു സാഹചര്യവും, ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി ലഭിക്കുന്നുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. താൽക്കാലികമായി വർഷാരംഭത്തിലുള്ള ദോഷനിവർത്തിക്ക് വേണ്ടിയിട്ട് ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തി ദോഷശാന്തി വരുത്തുക, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി നടത്തി ദോഷശാന്തി വരുത്തുക. പിന്നീട് വരുന്ന ഗുണഫലങ്ങളുടെ വർധനവിനായി ഭാഗ്യസൂക്താർച്ചന വിഷ്ണു ക്ഷേത്രത്തിലും ത്രിപുര സുന്ദരി മന്ത്രപുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിലും നടത്തി ദോഷശാന്തി വരുത്തുന്നത് നന്നായിരിക്കും. 2025 ജനുവരി മാസം 1 തീയതി മുതൽ 31 തീയതി വരെ ഇടവക്കൂറുകാർ അനുഭവിക്കുന്നതായിരിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഈ ഫലങ്ങൾ ജാതക ഫലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഈ ഫലങ്ങളിൽ വന്നേക്കാം. എല്ലാവർക്കും നല്ല ഫലങ്ങൾ 2025 പ്രദാനം ചെയ്യട്ടെ. ഇടവക്കൂറുകാർക്ക് വിശേഷാൽ നല്ല ഗുണങ്ങളൊക്കെ 2025 കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.